ഇടുക്കി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ്. പായസം ഇഷ്ടമില്ലാത്തവരാരും കാണത്തില്ല അല്ലേ? നമുക്കത് പോംഗ്രാനറ്റ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാൻ എത്തുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് നമ്മളുടെ പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പായസം ഉണ്ടാക്കാനുള്ള ഏത് പാത്രമാണെങ്കിലും എടുക്കാം. ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യാണേ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രുചിയായിരുന്നു പായസം ഉണ്ടാക്കിയപ്പോഴത്തേനും. അപ്പം മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ മതി. വല്ലാതെ അങ്ങോട്ട് വങ്ങിപ്പോകുന്നൊരവസ്ഥ വരരുത്. ചെറിയൊരു ചൂട് മതി കേട്ടോ. നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുകി വരണം, അത്രയും മതി. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോംഗ്രാനറ്റ് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പോംഗ്രാനറ്റാണ്. അതായത് ഒത്തിരി വലുപ്പമില്ലാത്ത 2 പോംഗ്രാനറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ആ ഒരു നെയ്യിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ നെയ്യുടെ ആ ഒരു ചുവയൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് പോംഗ്രാനറ്റിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. അത് കുക്കാവുമ്പോഴത്തേനും നമുക്ക് പഞ്ചസാര എടുത്ത് വെക്കാം. പഞ്ചസാര ഞാനിവിടെ എടുക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാര മതി കേട്ടോ. 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ ചേർക്കാം. 1/2 കപ്പ് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരം കിട്ടും. അപ്പോൾ നമുക്ക് പഞ്ചസാര റെഡിയാക്കി വെക്കാം. അപ്പോൾ അതാ നമ്മളുടെ പോംഗ്രാനറ്റ് ഇവിടെ നല്ല രീതിയിൽ വെള്ളമൊക്കെ റെഡിയായി കണ്ടോ. ഇതാ ഇത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, അതിൽ തന്നെ നീര് നല്ല രീതിയിൽ ഇറങ്ങി വരും കണ്ടോ. ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് ആയതിനു ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കിസ്മിസോ അതുപോലെ തന്നെ നട്ട്സോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ ഒരു പോംഗ്രാനറ്റ് മാത്രം മതി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടും ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറ് കണ്ടോ, നല്ലൊരു കളറാണ് അപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു പർപ്പിൾ കളറാണ് കേട്ടോ നമ്മളുടെ പായസത്തിന് കിട്ടുന്നത്. ആ ഒരു പോംഗ്രാനറ്റിൻ്റെ ആ ഒരു ചുവന്ന കളറിൽ നിന്ന് മാറി ഒരു പർപ്പിൾ കളർ പായസം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ പോംഗ്രാനറ്റ് അവിടെ ഇരുന്ന് നല്ല രീതിയിലൊന്ന് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ബാക്കി ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാവേ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പാലാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് പോംഗ്രാനറ്റ് ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെയൊക്കെ പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ പോംഗ്രാനറ്റ് ചേർത്ത് കൊടുക്കുന്നത് എത്രയാണോ അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. പിന്നെ നിങ്ങൾക്ക് തിക്നെസ് അനുസരിച്ച് നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് പാൽ ഒഴിക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കിയ പാല് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പോൾ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു തിക്നെസ് കിട്ടും നമ്മളുടെ പായസത്തിന്. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. കോൺഫ്ലവർ അത് 1/4 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പാല് ചെറിയൊരു ചൂട് മതി. അപ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ചൂടായി പോയിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകും കേട്ടോ. അത് മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കോൺഫ്ലവറും പാലും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ചൂട് മതി. ജസ്റ്റ് തിളയ്ക്കൊന്നും വേണ്ട. പാല് ചെറിയൊരു ചൂടിന് വേണ്ടി മാത്രമാണ്, ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതാ നമ്മളുടെ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പം ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മളുടെ പായസത്തിൻ്റെ ആ ഒരു രീതിയേ മാറിപ്പോവും. ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പഞ്ചസാര ക്യാരാമൽ ചെയ്ത് ഒഴിച്ചാലും മതിയാവും കേട്ടോ. കരിഞ്ഞു പോകാതെ ക്യാരാമൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിൽക്ക് മെയ്ഡിന് പകരം ആ പഞ്ചസാര ക്യാരാമൽ ചെയ്തതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ പോംഗ്രാനറ്റ് റെഡി ആയിരിക്കുന്ന പോംഗ്രാനറ്റിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ പാലിനകത്ത്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇനി ഇൻ കേസ് കട്ട പിടിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ആ കട്ടയും നമുക്ക് നമ്മുടെ പായസത്തിൽ ചേരുമ്പോഴത്തേനും കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതോർത്ത് ടെൻഷൻ ആവേണ്ട, കട്ട പിടിച്ച് പോയല്ലോ എന്നോർത്ത് കളയേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ പോംഗ്രാനറ്റിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പായസം കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കോൺഫ്ലവറും നമ്മളുടെ മിൽക്ക് മെയ്ഡും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ചൂട് മതി. ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളുടെ പോംഗ്രാനറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് നമ്മളുടെ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ പായസം ഉണ്ടാക്കാറുള്ളപ്പം സാധാരണ രീതിയിൽ ഏലക്കയും ജീരകവും കൂടെ ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതാ ഞാൻ ഇത്ര ഏലക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏലക്കയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്ക കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്കയൊക്കെ മതി കേട്ടോ. നമ്മളുടെ പായസത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മളുടെ പായസത്തിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പോംഗ്രാനറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി പായസമാണ്. നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ടാണ് പോംഗ്രാനറ്റ്. പിന്നെ നമ്മൾ ആ സീഡൊന്നും കളയേണ്ട ആവശ്യമില്ല, നമുക്ക് കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.